നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മലപ്പുറം ജില്ലയിൽ ഡെങ്കിപ്പനിക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യമുണ്ടെന്നും 3 പേർ ഇതിനകം മരിച്ചതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രായമേറിയവരിലാണ് ഡെങ്കിപ്പനി അപകടകരമായി കാണുന്നത്. ഡെങ്കിപ്പനി ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും സ്റ്റോക്കുണ്ടെന്നും DMO പറഞ്ഞു. MLA മാരായ P. ഉബൈദുള്ള, ആബിദ് ഹുസൈൻ തങ്ങൾ, P. അബ്ദുൽ ഹമീദ്, UA ലത്തീഫ്, കുറുക്കോളി മൊയ്തീൻ എന്നിവർ ജില്ലാ വികസന സമിതിയിൽ ഉന്നയിച്ച പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു DMO. ആരോഗ്യപ്രവർത്തകർ, ജനപ്രതിനിധികൾ, മാധ്യമങ്ങൾ തുടങ്ങി എല്ലാവരെയും ചേർത്ത് നടത്തിയ ബോധവൽക്കരണത്തിന്റെ ഫലമായി ജില്ലയിൽ വീടുകളിലെ പ്രസവം ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും DMO പറഞ്ഞു. 3 കേസുകൾ മാത്രമാണ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തത്. LP, UP, ഹൈസ്കൂൾ വിഭാഗം അധ്യാപക ഒഴിവുകൾ സ്റ്റാഫ് ഫിക്സേഷൻ റിപ്പോർട്ട് ലഭ്യമാകുന്നതോടെ PSCക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. PSC റാങ്ക് പട്ടികയുടെ കാലാവധി കഴിയും മുമ്പ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് P. ഉബൈദുള്ള MLA നിർദ്ദേശിച്ചു. +1 പ്രവേശനം സംബന്ധിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയാവുന്നതോടെ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്ന് ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. ജില്ലയിൽ നിലവിൽ തിരൂർ ജില്ലാസ്പത്രിയിലെ മോർച്ചറിയുടെ നവീകരണം അടിയന്തരമായി നടത്തണമെന്നും സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്കും വൃത്തിയുള്ള ശുചിമുറികൾ സജ്ജമാക്കണമെന്നും PP സുനീർ MP യുടെ പ്രതിനിധി ആവശ്യപ്പെട്ടു. MP മാരുടെ പ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, ജില്ലാ വികസന കമ്മീഷണർ അപൂർവ ത്രിപാഠി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PD ജോസഫ്, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടൻ ന്യൂസ് മലപ്പുറം. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ.